കർഷകരുടെ ദില്ലി ചലോ മാർച്ചിനിടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ഇന്നും സംഘർഷം. ഹരിയാന പോലീസ് നിരവധി തവണ കണ്ണീർ വാതകം പ്രയോഗിച്ചു. യാതൊരു പ്രകോപനവും കൂടാതെയാണ് പോലീസ് നടപടിയെന്ന് കർഷകർ ആരോപിച്ചു. അതേസമയം അഞ്ചാമതും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ കർഷകരെ അറിയിച്ചു. ദില്ലി ചലോ മാർച്ച് ആരംഭിക്കും മുന്നേ തന്നെ ഹരിയാന പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു എന്നാണ് കർഷകരുടെ ആരോപണം. സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടുന്ന ആൾക്കൂട്ടത്തിലേക്കാണ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. കണ്ണീർ വാതക പ്രയോഗത്തെ പ്രതിരോധിക്കാൻ കണ്ണടകളും മാസ്കുകളും കരുതിയാണ് കർഷകർ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലേക്ക് എത്തിയത്. സംഘർഷങ്ങൾക്കിടെ ഭട്ടിൻഡ സ്വദേശി ശുഭ്കരൺ സിംഗ് വെടിയേറ്റു മരിച്ചു എന്ന റിപ്പോർട്ട് പുറത്തുവന്നു. വെടിയേറ്റു മരിച്ചു എന്നത് ഹരിയാന പോലീസ് തള്ളി. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കർഷകർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര കാർഷിക മന്ത്രി അർജുൻ മുണ്ട കർഷകരെ അഞ്ചാമത്തെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. उन सारे विषयों पर, चाहे वो एमएसपी का हो, चाहे क्रॉप डाइवर्सिफिकेशन का हो, चाहे पराली का हो, चाहे एफआईआर का हो, ऐसे जितने भी विषय हैं सब पर हम चर्चा करने के लिए तैयार हैं. കർഷക സംഘടനകൾ ചർച്ചയ്ക്ക് സന്നദ്ധരാണെങ്കിലും എപ്പോൾ ചർച്ച എന്നതിൽ നിലപാട് അറിയിച്ചിട്ടില്ല. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പഞ്ചാബിലെ ബിജെപി ഓഫീസുകളിലേക്കും ബിജെപി നേതാക്കളുടെ വസതികളിലേക്കും മാർച്ച് നടത്തി. റിപ്പോർട്ടർ, ദില്ലി.